ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിന്ന് എഴുന്നേറ്റത്. എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ല, ഇന്ന് ഞാൻ 6 മണിക്കാണ് എഴുന്നേറ്റത്. പിന്നെ എഴുന്നേറ്റതും വെളിയിലൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വായി നോക്കി നിന്ന് പല്ലെല്ലാം തേച്ചിട്ട് ഒന്ന് പഠിക്കാനായിട്ട് തുടങ്ങാം. രാത്രി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വന്നാൽ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ലേ. അപ്പോൾ രാവിലെ എല്ലാം ഒന്ന് ക്ലീനാക്കി, പിന്നെ എല്ലാം ക്ലീനാക്കിയിട്ട് ടേബിളൊന്ന് വൃത്തിയായിട്ടിരുന്നാലേ നമുക്കൊന്ന് പഠിക്കാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റാക്കിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡയറി എടുത്ത് എപ്പോഴും എഴുതി വെക്കുന്ന പോലെ ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്ന് ഓർത്ത് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചു. എന്നാന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ മന്ത്ലി ഇല്ലെങ്കിൽ വീക്കിലിയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാൽ ആ ഡയറി എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡയറി എഴുതി വയ്ക്കുന്ന ശീലമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പം എഴുതി വെച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനിരുന്ന് പഠിക്കാൻ തുടങ്ങി. രാവിലെ ഒത്തിരി നേരമൊന്നും ഇരുന്ന് പഠിക്കത്തില്ല. 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഫ്രഷായി വരുമ്പോൾ തന്നെ ഒരു 6:20 ആ സമയമൊക്കെ ആകും. അപ്പോൾ അത് കഴിഞ്ഞ് 7 മണി ഇല്ലെങ്കിൽ 7:30 വരെ ഇരുന്ന് പഠിക്കും. അത് നമ്മൾ ഡെയിലി എഴുന്നേൽക്കുന്നതനുസരിച്ചാണ് ഞാൻ ഇരുന്ന് പഠിക്കുന്നത്. ഇതുവരെ എൻ്റെ ജലദോഷം മാറിയിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നപ്പോൾ ഞാൻ ഒരു 6:30 ആകുമ്പോൾ പഠിക്കാനിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ സമയം കിട്ടി. അപ്പോൾ 7 മണിക്ക് കഴിയുമ്പോൾ ഇപ്പോൾ കിച്ചണിൽ പോയി പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ അരമണിക്കൂർ ഞാൻ കുറച്ച് നേരം നോട്ട്സൊക്കെ ഒന്ന് വായിച്ചു, പിന്നെ കുറച്ച് എഴുതിയൊക്കെ പഠിച്ചു. പറ്റുന്നത്ര അപ്പം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിൽ പോയിട്ട് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാവിലത്തെ കാപ്പിക്ക് ഞാൻ ഉണ്ടാക്കും, അമ്മ ഉച്ചയ്ക്ക് ഫുഡ് അമ്മ ഉണ്ടാക്കും. എന്നാന്ന് വെച്ചാൽ അമ്മ പണിക്ക് പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ രാവിലെ ഞാനൊന്ന് ചെയ്യുകയാണെങ്കിൽ അമ്മ ഒന്ന് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ജോലി തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എൻ്റെ പണിയും തുടങ്ങി, അമ്മ അങ്ങോട്ടിരുന്ന് അമ്മയുടെ പണിയും തുടങ്ങി. പിന്നെ രാവിലെ കാപ്പിക്കെല്ലാം ഉണ്ടാക്കി. എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന പോലും കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞ് ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ഇട്ടിട്ട് അമ്മ പെട്ടെന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേണം എല്ലാം ക്ലീനാക്കാൻ. അപ്പോഴും കിച്ചണെല്ലാം ക്ലീനാക്കിയിട്ട് രാവിലെ തന്നെ വീടെല്ലാം ഒന്ന് അടിച്ചിടും. എന്നാന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് സമാധാനത്തോടെ ഒന്ന് പഠിക്കാമല്ലോ. അപ്പം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മാക്സിമം എൻ്റെ എല്ലാ പണിയും ഞാൻ തീർക്കും. അപ്പോൾ പണിയെല്ലാം തീർത്തിട്ട് വരുമ്പോൾ 9:30 ആയി. 10 മിനിറ്റ് ഫാസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചില്ലി ചപ്പാത്തി ആക്കി കഴിക്കാൻ തുടങ്ങി. കുത്തിയിരിക്കും. പിന്നെ എല്ലാ ചാനലും ഒന്ന് ഓടിച്ച് കണ്ടിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് കേട്ടിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പഠിക്കാനായിട്ടിരുന്നു. അപ്പം ഡയറിയിൽ എഴുതി വെച്ച സാധനങ്ങൾ എൻ്റെ സ്റ്റിക്കിംഗ് നോട്ടിൽ എഴുതി. എന്നാന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ സാധനം പെട്ടെന്ന് നോക്കി പഠിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കിംഗ് നോട്ടിൽ എഴുതി എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഒട്ടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ ഫ്രഷൊക്കെ ആയിട്ട് വന്ന് പിന്നെയും പഠിക്കാൻ തുടങ്ങി. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാനും ഒരു ഐഡിയ ഒക്കെ ഉണ്ടായാലേ നമുക്ക് ആ ദിവസം നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എഴുതി വയ്ക്കുന്നത്. ഞാൻ ആദ്യം രാത്രി എഴുതിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ ഉറക്കം വരുമ്പോൾ അതൊന്നും ആലോചിച്ച് എഴുതാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് ഞാൻ എഴുതി വയ്ക്കുന്നത് ഇപ്പം. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ നല്ല കൺഫ്യൂഷനാണ്. ഓരോ സബ്ജക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്ന് വെച്ചാൽ നല്ല കൺഫ്യൂഷനാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പിന്നെ പോകണ്ട. അപ്പം രാവിലെ ഞാൻ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ പല ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ പോവും. പഠിച്ചാൽ കിട്ടുമോ, നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, ബാക്കിയുള്ളവരൊക്കെ ഇതിനേക്കാളും നന്നായിട്ട് പഠിക്കുന്നതല്ലേ, കോച്ചിങ് ക്ലാസ്സിന് പോയാലോ അല്ലെങ്കിൽ ഓൺലൈനിൽ കോഴ്സ് എടുത്താലോ, അങ്ങനെയൊക്കെ ചിന്തകൾ വരും. അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണമായിരുന്നു പഠിക്കാൻ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ കോഴ്സ് എടുക്കാത്തത്. പിന്നെ ഓഫ്ലൈനിൽ പോകാനായിട്ട് എനിക്ക് ഇച്ചിരി താല്പര്യം കുറവായി. അപ്പോൾ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പോകാനായിട്ടൊരു ചെറിയൊരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ ഓൺലൈനിൽ എടുക്കാനായിട്ട് ഇപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോഴത്തേക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ എല്ലാ നോട്ട്സും ഉള്ളതുകൊണ്ട് പിന്നെ
ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ സാധനങ്ങൾ എടുത്ത് പഠിക്കാൻ തുടങ്ങും. പിന്നെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓവർ തിങ്കിങ് വരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് ഉള്ള സമയം ഫുള്ളും കളയും. ആദ്യം ഞാൻ ഇങ്ങനെയാണ്, പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത ചിന്ത ഇങ്ങനെ വരുത്തി എല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിരുന്നു പഠിക്കണം. അപ്പോൾ നമ്മൾ ഒന്നിനെയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പേടിക്കണ്ട. നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും നമുക്ക് പഠിക്കാം. ബാക്കിയുള്ളവരെ കണ്ട് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ മതി. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ ഞാൻ പഠിക്കാനിരിക്കത്തില്ല. ഒരു മണിക്കൂർ പഠിച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും, വെളിയിലൊക്കെ ഒന്ന് പോവും, അല്ലെങ്കിൽ കഴിക്കാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 12:30 വരെ ഞാൻ അങ്ങനെ ഇരുന്നും പഠിക്കും. മാക്സിമം പറ്റുന്നത്രയും പഠിക്കും. ചിലപ്പോൾ ആ സമയം പോലും ഞാൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകത്തില്ല. 12 ആകുമ്പോൾ പിന്നെ പഠിത്തം നിർത്തിയിട്ട് കുറച്ച് നേരം ഫോണിങ്ങനെ ഏതെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. യൂട്യൂബ്, ഇൻസ്റ്റ അങ്ങനെ കാണും. പിന്നെ 1 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പോവും. പിന്നെ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ 1:30 ആവും. പിന്നെ കുറച്ച് നേരം TV കാണുവാണെങ്കിൽ കാണും, വല്ല ഇഷ്ടപ്പെട്ട പ്രോഗ്രാമോ ഇല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ ഇടുവാണെങ്കിൽ കേട്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഉച്ച കഴിഞ്ഞ് വായിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൈൻഡ് ഇങ്ങനെ ഫ്രഷായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞ് കൂടുതൽ മാത്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഉറക്കമെല്ലാം പോയി കിട്ടും. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഒരു 3:30 ഒക്കെ കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. അരമണിക്കൂർ ഡെയിലി ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് ഉറങ്ങാറുണ്ട്. 4 മണി വരെ അപ്പം കിടന്നുറങ്ങും. പിന്നെ കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് അമ്മയും അച്ഛനും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാപ്പിക്ക് വല്ലതും ഉണ്ടാക്കി വയ്ക്കാൻ പറയുവാണെങ്കിൽ ഞാൻ ചെയ്ത് വയ്ക്കും. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് 4:30 ആവും. അപ്പം അങ്ങനെ സമയം പോവും. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടത്തെ പണി അങ്ങോട്ട് തുടങ്ങും. പിന്നെ ചിലപ്പോൾ തോന്നിയാൽ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യത്തില്ല. അപ്പം അമ്മയാണ് വന്ന് ചെയ്യുന്നത്. അപ്പം ഇനി പറഞ്ഞു എക്സാം എല്ലാം കഴിഞ്ഞല്ലോ, അപ്പം ഇനി എല്ലാം ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ പയ്യെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങി. വീട്ടിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി നോക്കണ്ടേ. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം പണിയെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ 4:30 ആകുമ്പോൾ മുറ്റമടിക്കാൻ ഇറങ്ങും. പിന്നെ അതൊക്കെ അടിച്ചിട്ട് 5:30 കഴിയുമ്പോൾ വെള്ളം വരും. പിന്നെ അതെല്ലാം പിടിച്ചിട്ട് 6:30 ആകുമ്പോൾ കുളിച്ചിട്ട് പിന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ ഒരു 8 മണി വരെ പഠിക്കും. പിന്നെ കഴിച്ചിട്ട് രാത്രി കുറച്ച് നേരം ഇരുന്ന് പഠിക്കും, ഇല്ലെങ്കിൽ ഫോണിൽ കുത്തിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10:30 ആകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.